സഹൃദയരെ, നമ്മുടെ 2 ദിവസമായി ചർച്ചകൾ നമ്മുടെ അകത്തും പുറത്തും സജീവമായി നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇന്ന് സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നെഹ്റുവിനെതിരായി ഉയർത്തുന്ന ദുരാരോപണങ്ങൾക്ക് ഒരു മറുപടി. ഈ സെക്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ബഹുമാന്യയായ ശ്രീമതി സുധാ മേനോൻ അവർകളെ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ശ്രീ രാജു പി നായർ അവർകളെ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കുകയാണ്. നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തി കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് ശ്രീ നെഹ്റു. രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയൻ അക്കൗണ്ടബിൾ ആക്കാൻ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ കൗതുകവും അതുപോലെ തന്നെ അല്പം പ്രശ്നവുമാണ്. ഈ കേവലം ഒരു നെഹ്റുവിനോടുള്ള വിരോധമല്ല, ഒരു വ്യക്തിപരമായ വിരോധമല്ല ഇത്രയും വലിയൊരു ആക്രമണം നെഹ്റുവിനെതിരെ നടത്തുന്നതിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം ഉൾപ്പെടെ, ഈ രാജ്യത്തിൻ്റെ മതേതര നയം ഉൾപ്പെടെയുള്ള എല്ലാത്തിലും ഈ പതിറ്റാണ്ടുകൾക്ക് ശേഷവും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ഒരു സോഷ്യൽ ഫാബ്രിക് നമ്മുടെ രാജ്യത്തുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ സോഷ്യൽ ഫാബ്രിക്കിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് RSSൻ്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ പ്രയത്നം നടക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ സുനിൽ മാഷായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു, എൻ്റെ രാജ്യം ഇപ്പോഴും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 144 കോടി ജനങ്ങളൊരു രാജ്യത്ത് 63 കോടി ജനങ്ങൾ മാത്രം വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 37%, ഏകദേശം 23 കോടി മാത്രം വോട്ട് ലഭിച്ചുകൊണ്ട് ജയിക്കുന്ന ഒരാളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ആ ജയത്തെ തന്നെ ഇപ്പോൾ പുതിയ വിവരങ്ങളെല്ലാം പുറത്തു വന്ന് ചർച്ചകളെല്ലാം നടക്കുമ്പോൾ അത് യഥാർത്ഥ വിജയമല്ല, മറിച്ച് അട്ടിമറിക്കപ്പെട്ട ഒരു വിജയമാണ്, അല്ലെങ്കിൽ മാനിപ്പുലേഷനിലൂടെ നേടിയെടുക്കുന്ന ഒരു വിജയമാണെന്നുള്ളത് വളരെ വ്യക്തമാവാണ്. അപ്പോൾ ഇത്രമാത്രം വലിയ പണവും സംവിധാനങ്ങളും സംഘപരിവാറിൻ്റെ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടും ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ മതേതരത്വത്തിന് തകർക്കാൻ കഴിയാത്ത എത്ര വലിയ അടിത്തറ, ആ അടിത്തറയാണ് സത്യത്തിൽ സംഘപരിവാറിനെയും BJPയെയും ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. മറ്റൊന്ന്, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക നയം എല്ലാം ഒരേ ഒരു ശക്തിയിലേക്ക് ഏകീകരിക്കുന്ന കുത്തകവൽക്കരണത്തിൻ്റെ ഒരു സാമ്പത്തിക നയം നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെയും ഏറ്റവും വലിയ അടിത്തറ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഈ രാജ്യത്ത് നടപ്പാക്കിയ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് നമ്മൾ വിളിക്കുന്ന സോഷ്യലിസത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയ ഒരു സമ്പദ് വ്യവസ്ഥയും അതിൻ്റെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ കഴിഞ്ഞതാണ്. അപ്പോൾ തീവ്ര വലതു രാഷ്ട്രീയത്തിൻ്റെ വർഗീയതയും സാമ്പത്തിക കുത്തകവൽക്കരണവും നടപ്പാക്കുന്നതിൽ ഇന്നും ഏറ്റവും ശക്തമായിട്ട് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സംഘപരിവാറിൻ്റെയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും വലിയ ശത്രുവായി ജവഹർലാൽ നെഹ്റു നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് സംഘടിതമായ ആക്രമണം, അത് കേവലം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹ മാധ്യമങ്ങളിലോ ഫേക്ക് ആയിട്ടുള്ള ചിത്രങ്ങളും ഫേക്ക് ആയിട്ടുള്ള കഥകളും ഉണ്ടാക്കിക്കൊണ്ടല്ല, മറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സ്മിയർ ക്യാമ്പയിൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർലമെൻറ്റിൽ പോലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടത്തുന്ന സ്മിയർ ക്യാമ്പയിൻ, അതിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ സംബന്ധിച്ച് ഒരു നെഹ്റുവിയൻ ചിന്തയും ആ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന ആശയത്തെ ഏറ്റവും ഫലപ്രദമായി ജനങ്ങൾക്ക് ഏറ്റവും സാധാരണ വാക്കുകളിൽ അവതരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് നമുക്ക് സുധാ മേനോൻ ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും നെഹ്റു ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ എഴുത്തിലും ചിന്തകളിലും പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ശ്രീമതി സുധാ മേനോൻ. അവർക്ക് ഈ നടക്കുന്നൊരു സ്മിയർ ക്യാമ്പയിനെ സംബന്ധിച്ചും അതിൻ്റെ കേവലം വ്യക്തിപരമല്ലാത്ത അതിൻ്റെ ഏറ്റവും ആശയപരമായ ഭിന്നതകളെ സംബന്ധിച്ചുമെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടാവും. ഞാനതുകൊണ്ട്
ഞങ്ങളൊരു സംവാദമായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നെഹ്റു ഇത്തരത്തിൽ വലിയൊരു ശത്രുവായി ഇന്ന് സംഘപരിവാറിനും ഭരണ നേതൃത്വത്തിനും മാറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. വടകരക്കാരോട് വാസ്തവത്തിൽ ഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ടോ തന്നെ എനിക്ക് സംശയമാണ്. കാരണം അത്രയേറെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഗാന്ധിയെയും നെഹ്റുവിനെയും അറിഞ്ഞ ഒരു ജനതയാണ് ഈ നാട്ടിലുള്ളത്. ഹരീന്ദ്ര മാഷൊക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. രാജു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. നെഹ്റുവിനെതിരായുള്ള ഈ ഒരു ഗൂഢപദ്ധതി സംഘപരിവാർ വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അവരുടെ ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് അവർ കൊണ്ടു നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് തുറന്ന് നോക്കിയാൽ, നമ്മൾ എക്സിലായാലും നമ്മൾ ഫേസ്ബുക്കിലായാലും നമ്മളെ വാട്സപ്പ് ഫോർവേഡുകളായാലും ഒരു ദിവസമെങ്കിലും നെഹ്റുവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നുണക്കഥ കിട്ടാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു, നെഹ്റു മുസ്ലിം ആയിരുന്നു, അദ്ദേഹം കാംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടിയത് മോത്തിലാൽ നെഹ്റു പൈസ കൊടുത്തിട്ടാണ്, നെഹ്റു അല്ല പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആവേണ്ടത്, അത് നെഹ്റു തട്ടിയെടുത്തതാണ്, നെഹ്റു നേതാജിയെ തമസ്കരിച്ചു. ഇങ്ങനെ ഒരുപാട് കഥകൾ, നെഹ്റു ആണ് ഇന്ത്യ വിഭജനത്തിന് കാരണം, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഓരോരോ ദിവസവും പുതിയ 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 കഥകൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് രാജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഹ്റു എന്ന വ്യക്തി എന്നതിലുപരിയായിട്ട് ഒരാശയത്തോടുള്ള സംഘപരിവാറിൻ്റെ എതിർപ്പാണ്. ഇന്നും എന്നും ഇന്നലെയും ഇന്നും നാളെയും ഇന്ത്യയിലെ സംഘപരിവാർ ഉയർത്തിവിടുന്ന തീവ്ര വലതുപക്ഷ തീവ്ര ഭൂരിപക്ഷ വംശീയ ആശയങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിരോധിയാണ് ജവഹർലാൽ നെഹ്റു എന്ന പേരും അദ്ദേഹം ആ പേര് ഉൾക്കൊള്ളുന്ന ആശയവും. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പ്രതിപക്ഷം ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ജവഹർലാൽ നെഹ്റു തന്നെയാണെന്ന്. കാരണം എപ്പോഴും പാർലമെൻറ്റിൽ നോക്കൂ, എന്ത് ചർച്ച നടന്നാലും അതിൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്താത്ത ദിവസമുണ്ടോ? പ്രധാനമന്ത്രി എപ്പോഴും എന്തെങ്കിലും, ഇപ്പം ഈ അടുത്ത കാലത്ത് നടന്ന വന്ദേ മാതരത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും സംഭവിച്ചത് എന്താണ്? നെഹ്റു ആണ് വന്ദേ മാതരത്തെ തമസ്കരിക്കാനുള്ള കാരണം എന്നാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പാർലമെൻറ്റിലെ ചർച്ച തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സംഘപരിവാർ നെഹ്റുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? നെഹ്റുവിനോടൊപ്പം തന്നെ ഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ. ഗാന്ധിയും അവരുടെ പ്രതിസ്ഥാനത്ത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രനയങ്ങളും സാമൂഹ്യ സാമ്പത്തിക നയങ്ങളും അതിനേക്കാളും ഉപരിയായിട്ട് വാസ്തവത്തിൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് 1920 മുതൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഈ പറയപ്പെടുന്ന മതേതരമായ ബഹുസ്വരമായ ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയാണ്. നെഹ്റുവും ഗാന്ധിയുമാണ് ഈ ഒരു ദേശഭാവനയെ പ്രതിനിധീകരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും സംഘപരിവാർ പ്രത്യേകിച്ചിട്ട് കോർണർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതാണ്, 20കൾക്ക് ശേഷമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മതേതരമായ വഴികളിലേക്ക് തിരിഞ്ഞത്. അതിനു മുമ്പ് തിലകൻ്റെ കാലത്തും അതിനു മുമ്പും ഒക്കെ തന്നെ അതൊരു ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കുറച്ച് വക്കീലന്മാരിലും സമൂഹത്തിലത്തെ എലീറ്റ്സിലൊക്കെ ഒതുങ്ങി ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു സംഘടനയെ യഥാർത്ഥത്തിൽ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയാണ്. അതിനിടയിൽ നമ്മൾ ആരും പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. 1920 നാഗപ്പൂർ സമ്മേളനത്തിന് ശേഷമാണ് ഗാന്ധി ഇന്ത്യയെ ഈ 4 മെമ്പർഷിപ്പ് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളാക്കിയതോടുകൂടിയാണ് കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പൊതുസമൂഹത്തോട് പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതിനു മുമ്പ്, അതായത് 1915 ഹിന്ദു മഹാസഭ നിലവിൽ വന്ന ശേഷം, ഈ ഹിന്ദു മഹാസഭ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ട് അതൊരു സംഘടനാ രൂപം കൈവരിക്കുന്നതിന് മുമ്പ്, അത് 1911 ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് തന്നെ അത്തരമൊരു ആലോചന ഉണ്ടായിരുന്നു. അതിനെ അന്ന് എതിർത്തത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. മോത്തിലാൽ നെഹ്റുവും ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ് ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഒരു പ്രഷർ ഗ്രൂപ്പായി ഹിന്ദു സഭ ഉയർന്നു വരുന്നതിനെ എതിർത്തത്. പക്ഷേ പിന്നീട് ഹിന്ദു മഹാസഭയായിട്ട് ഉണ്ടായിരുന്നു. മദൻ മോഹൻ മാളവ്യയെ പോലുള്ള, തിലകനെ പോലുള്ള നേതാക്കളുടെ ആശീർവാദം അതിനുണ്ടായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി കടന്നു വന്നതോടെ, ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതോടുകൂടി ഈ സംഘടനാപരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിത്തട്ടിൽ പൂർണ്ണമായും ഹിന്ദു മഹാസഭ വിമുക്തമായി.
ഞാൻ ആശയതലത്തിലല്ല പറയുന്നത്, ആശയതലത്തിൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സംഘടനാ രൂപത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഹിന്ദു മഹാസഭക്കാർ അതോടെയാണ് വിട്ടുപോയത്. അതിനുശേഷമാണ് പിന്നെ VS മൂഞ്ചയും ഖെഡ്ഗേവാറും ഒക്കെ വരുന്നതും ഈ RSSഉം പിന്നെ ഹിന്ദു മഹാസഭയുടെ ഒരു മിലിറ്റൻ്റ് രൂപത്തിലേക്കും പൊളിറ്റിക്കൽ രൂപത്തിലേക്കൊക്കെ മാറുന്നത്. ഒരു തരത്തിലും ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ കിട്ടുകയില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ്. ഈ ഒരു മൂവ്മെൻറ്റിന്, ഈ ഒരു പ്രസ്ഥാനത്തിന് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ രൂപത്തിൽ എപ്പോഴും പ്രതിനിധീകരിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ നെടുനായക സ്ഥാനത്ത് നിന്നത് മഹാത്മാഗാന്ധി ആയിരുന്നുവെങ്കിൽ അതിന് ആശയപരമായ ഒരു ഉള്ളടക്കം നൽകിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വാഭാവികമായും ടാഗോറിൽ നിന്നൊക്കെയുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പൊതുവായിട്ട് ഇന്ത്യ എന്ന ആശയം എന്നൊക്കെ പറയുന്ന ആ ജാതി മത വർഗ ഭാഷാഭേദങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും എല്ലാ സഹജീവികളെയും ഒരുപോലെ കാണുന്ന ഒരു വിശാലമായ മാനവികത, ആ മാനവികമായ ദേശഭാവന, അതാണ് ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയത്തിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ഈ ആശയമാണ്. ടാഗോറാണ് ആദ്യമായിട്ട് പറഞ്ഞതെങ്കിലും ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ആശയതലത്തിൽ ജവഹർലാൽ നെഹ്റു അതിനെ പ്രതിനിധീകരിക്കുകയും ഗാന്ധി അതിൻ്റെ സംഘടനാ രൂപത്തെയും പ്രതിനിധീകരിച്ചു. സ്വാഭാവികമായിട്ട് ഗാന്ധി വധത്തിലൂടെ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഗാന്ധി ആശയരൂപത്തിലും ഗാന്ധി ഇപ്പോഴും നമ്മൾ ഗാന്ധിയെ പിന്തുടരുന്നുണ്ട്. തുടർന്ന് ഈ ഇന്ത്യ വിഭജനവും മഹാത്മാഗാന്ധിയുടെ വധവും തീർച്ചയായും ഈ പറയപ്പെടുന്ന ഒരു ദേശഭാവനയ്ക്ക് ഒരു തിരിച്ചടി ആയിരുന്നുവെങ്കിൽ കൂടി നെഹ്റു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഈ ആശയങ്ങളെ വിട്ടുകളഞ്ഞില്ല. അന്ന് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു ഏകാധിപതിയാവാനുള്ള എല്ലാ സാധ്യതകളും നെഹ്റുവിന് മുന്നിലുണ്ടായിരുന്നു. വിഭജനം, വർഗീയ കലാപങ്ങൾ, കൂട്ടക്കൊല, സാമ്പത്തിക അസമത്വം, 600-ലേറെ പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു കൃതഹസ്ഥനായ ഭരണാധികാരിക്കും പിഴച്ചു പോകാവുന്ന ഒരു ചരിത്ര സന്ദർഭമായിരുന്നു അത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ അരാജകത്വത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടും നെഹ്റു സ്വീകരിച്ചത് ജനാധിപത്യത്തിൻ്റെ വഴിയായിരുന്നു, മതേതരത്വത്തിൻ്റെ വഴിയായിരുന്നു. അപ്പോൾ അപ്പോഴും ഈ ഇന്ത്യ എന്ന ഈ മഹത്തായ ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ നെഹ്റു തയ്യാറായി. അന്ന് നെഹ്റു ഒരു ഏകാധിപത്യത്തിൻ്റെ വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ശ്രദ്ധയോടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ജനാധിപത്യ സ്ഥാപനങ്ങൾ വിത്തിട്ട് ഇരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും ഭാവി മറ്റൊന്നാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾക്ക്, ഏഷ്യനായാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെല്ലാവരും തന്നെ നെഹ്റു ഒരു മാതൃകയായിരുന്നു. ഇന്ന് സംഘപരിവാർ 2014 ശേഷം ശ്രമിക്കുന്നത് ഈ ഒരു മോഡലിനെ, ഈ ഒരു ദേശഭാവനയെ തന്നെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തകർക്കണമെങ്കിൽ നെഹ്റുവിൻ്റെ റെപ്യൂട്ടേഷൻ തകർക്കണം. നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയണം. പകരം അവർക്ക് കിട്ടിയ വളരെ വിചിത്രമാണ്. പട്ടേലിനെ ഹീറോ ആക്കിയിട്ട് പ്രതിനായക സ്ഥാനത്ത് നെഹ്റുവിനെ നിർത്തുക, ഇടയ്ക്ക് നേതാജിയെ നായകനാക്കിയിട്ട് നെഹ്റുവിനെ പ്രതിനായക സ്ഥാനത്ത് നിർത്തുക. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ സർദാർ പട്ടേലായാലും നേതാജി ആയാലും ഒരു കാലത്തും സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് സന്ധി ചെയ്തവരല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി എവിടെയൊക്കെയോ ഏതെങ്കിലും ചില അംശങ്ങൾ അവർക്ക് അവരിൽ നിന്നൊക്കെ സ്വാംശീകരിക്കാൻ പറ്റിയിരുന്നു. ഉദാഹരണത്തിന് സുഭാഷ് ചന്ദ്രബോസിനുള്ള ആ ഒരു ഏകാധിപത്യ, ഒരു മിലിറ്ററി ലൈനിലുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്, പട്ടേലിൻ്റെ ഒരു സോഫ്റ്റ് ഹിന്ദു മനസ്സ്, അതൊക്കെ അവർക്ക് എടുക്കാൻ പറ്റി, ഹൈജാക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരംശവുമില്ല എന്നുള്ളതാണ്. പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദുവോ മുസ്ലിമോ പാർസിയോ ഒന്നും അല്ലായിരുന്നു. അതേസമയം അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും അദ്ദേഹം പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യയെ തന്നെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് 400 മില്യൺ മനുഷ്യരുടെ ചിന്ത, അവരുടെ ആശയം, ആ പ്രപഞ്ചം, അതാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു മതജാതി ശ്രേണീബന്ധമായ ഒരു സമൂഹമായിട്ട് അദ്ദേഹം ഒരിക്കലും ഇന്ത്യയെ കണ്ടില്ല. സ്വാഭാവികമായിട്ടും സംഘപരിവാർ ഇന്ന് ലക്ഷ്യമിടുന്നത് ഈ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാനാണ്. അതിനാണ് നെഹ്റുവിനെ അവർ ഉപയോഗിക്കുന്നത്. അതിന് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക. നെഹ്റുജിയുടെ സഹോദരിയെ തന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. കാശ്മീർ വിഷയം ഉപയോഗിക്കൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ ശത്രുവാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒട്ടേറെ ആ ഒരു സ്മിയർ ക്യാമ്പയിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പൊള്ളത്തരം, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഇന്നൊരു ദിവസം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ദുരാരോപണങ്ങളാണ് നെഹ്റുവിനെതിരെ ഉന്നയിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും പുതിയത് വരികയാണ്. ഇന്നലെ എന്തോ പുതിയതായിട്ട് കണ്ടു, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞില്ല. പിന്നെ പലതും ഇതിലെന്താണെന്ന് വെച്ചാൽ 3 രീതികളിലാണ് ഇവരിത് ഈ സ്മിയർ ക്യാമ്പയിൻ നടത്തുന്നത്. ഒന്ന്,
പൂർണ്ണമായും പച്ച നുണകൾ പറയാം, യാതൊരു ചരിത്രപരമായ തെളിവുകളൊന്നുമില്ലാത്ത പച്ച നുണ പറയാം. രണ്ടാമത്തെ കാര്യം അർദ്ധസത്യങ്ങൾ, അതിൽ പകുതി എന്തെങ്കിലും സത്യം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം എടുത്തു വെച്ചിട്ട് അത് ആ ചരിത്ര സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പറയുക എന്നുള്ളത്. ഉദാഹരണത്തിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട് വിഭജനം ഞാനാണ് തീരുമാനിച്ചത് എന്ന്. അത് വിഭജനത്തിന് കാരണക്കാരൻ നെഹ്റുവാണ് എന്നാക്കി. പക്ഷെ എന്താണ് ഉണ്ടായത് ശരിക്കും 1962 മറ്റോ BBC-ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ എന്താണ് വിഭജനത്തിന് നിങ്ങൾ കാരണമാണോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ വേറെ വഴിയില്ലായിരുന്നു. ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് ശേഷം മുസ്ലിം ലീഗ് കൂടുതൽ കമ്മ്യൂണലായി, പിന്നെ ഒരു തരത്തിലും നമ്മൾക്ക് ഒത്തുചേർന്ന് പോകാനുള്ള ഒരു സമയമല്ലായിരുന്നു അത്. മാത്രമല്ല വേറൊരു കാര്യം നെഹ്റു പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായത് മുസ്ലിം ലീഗ്, ഇതാണ് നെഹ്റു കൃത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്നത് മുസ്ലിങ്ങളിലെ വരേണ്യവർഗത്തെയാണ്. അവരുടെ തന്നെ ഈ ജമീന്ദാർ ക്ലാസിൻ്റെ ആ ഒരു സമ്പന്ന കർഷക ഭൂപ്രഭു വർഗത്തിൻ്റെ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ എനിക്ക് ആഗ്രഹമുള്ള ലാൻഡ് റിഫോംസ് പോലുള്ള ഭൂപരിഷ്കരണം പോലുള്ള പല പദ്ധതികളും നടത്താൻ പറ്റാണ്ടാവും. നേരത്തെ രാജു പറഞ്ഞ സാമ്പത്തിക നയങ്ങളുണ്ടല്ലോ, പ്ലാനിങ്, അതൊക്കെ നെഹ്റു 1939 തന്നെ പ്ലാനിങ്ങിനുള്ള ഇതൊക്കെ മഹലനോബിസിൻ്റെ കൂടെ ചേർന്നിട്ട് തുടങ്ങിയതായിരുന്നു, സുഭാഷ് ചന്ദ്രബോസും മഹലനോബിസും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഈ 1939 മുതൽ, അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടി പിന്നോട്ട് പോയ കറാച്ചി കോൺഗ്രസ് മുതൽ, അല്ലെങ്കിൽ 1929 ലാഹോർ കോൺഗ്രസ് മുതൽ തന്നെ കോൺഗ്രസിനകത്ത് അടുത്ത ഭാവി ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു വളർത്തിക്കൊണ്ടുവന്ന്, ജവഹർലാൽ നെഹ്റു മാത്രമല്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ പൊതുവായ ആശയങ്ങളും അതിൻ്റെ പ്രവർത്തന പദ്ധതികളും ഒരു തരത്തിലും മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നല്ല. അപ്പം അതുകൊണ്ടാണ് ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കണമെങ്കിൽ ഇനി അവർ പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു വളരെ വിഷമകരമായ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നാണ് നെഹ്റു പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതിനെയാണ് വിഭജനം നടത്തിയത് ഞാനാണെന്ന് നെഹ്റു കുറ്റസമ്മതം നടത്തി എന്നുള്ള കേട്ടിൽ പറയുന്നത്. വേറൊരു തമാശ, പട്ടേലാണ് അത് വളരെ എത്ര പറയാൻ ശ്രമിച്ചിട്ടും എങ്ങനെ പലരും പല വീഡിയോകളൊക്കെ അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാലും പട്ടേലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ടത്, നെഹ്റു അല്ല എന്നുള്ള ഒരു പൊതുബോധം ഉണ്ട് ഇല്ലേ പലയിടത്തും. വോട്ടിംഗ് നടന്നതിൻ്റെ പേരിൽ വോട്ടിംഗ് നടന്നതൊക്കെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അർത്ഥസത്യങ്ങളെയാണ് പലപ്പോഴും ഈ ചരിത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് പിഴുതുമാറ്റി പുതിയ കാലത്തിന് വേണ്ടിയിട്ട് മാറ്റി പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, പട്ടേലിനാണ് അന്ന് AICC-യിൽ ഈ പ്രവിശ്യകളോട് വോട്ടെടുപ്പിന് പറഞ്ഞപ്പോൾ 12 പേരുടെ 15 പ്രവിശ്യകളിൽ 12 പ്രവിശ്യകളും പട്ടേലിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അതിൽ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 1940 മുതൽ 1946 വരെ മൗലാന ആസാദ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും യുദ്ധവും ഒക്കെ നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ 6 കൊല്ലക്കാലം തിരഞ്ഞെടുപ്പൊന്നും നടന്നിരുന്നില്ല. 1946 ഏപ്രിലാണ് ഇനി ആസാദ് മാറിയിട്ട് പുതിയൊരാൾ വരട്ടെ എന്ന്. അപ്പോൾ ഗാന്ധിയുടെ മനസ്സിൽ അപ്പം തന്നെ നെഹ്റു ആയിരുന്നു. പക്ഷേ PCCകൾ പറഞ്ഞ പേരുകളിനകത്ത് നെഹ്റുവിൻ്റെ പേരില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവർ പറഞ്ഞത് ആസാദിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആസാദിനോട് ഗാന്ധി കത്തെഴുതിയിട്ട് ഏപ്രിൽ 24 അയച്ച കത്തിൽ ഗാന്ധി ആസാദിനോട് പറഞ്ഞു ഇത്തവണ ജവഹർലാലാണ് അതിന് പറ്റിയ ആൾ, ആസാദ് 6 വർഷമായി ആസാദ് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ആസാദ് പരാതികളൊന്നുമില്ലാതെ മാറി നിന്നു. പിന്നെയുള്ളത് പട്ടേലും കൃപലാനിയാണ്. അപ്പോൾ ഈ PCC അധ്യക്ഷന്മാർ 12 പേരും പട്ടേലിൻ്റെ പേരാണ് പറഞ്ഞത്. പട്ടേലിൻ്റെ പേര് PCC അധ്യക്ഷന്മാർ സജസ്റ്റ് ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, ഇതിനു മുമ്പ് 3 തവണ നെഹ്റു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു, പട്ടേൽ 1 തവണയും. രണ്ടാമത്തെ കാര്യം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അന്നും ഇന്നും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കനായ ഫണ്ട് റേസർ സർദാർ പട്ടേലായിരുന്നു. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനമൊക്കെ അതിഗംഭീരമായിട്ടാണ് പട്ടേൽ നടത്തിയത്. സമ്മേളനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ പട്ടേലിൻ്റെ കണക്ക് റെഡിയായിരുന്നു. ജംനാലാൽ ബജാജ് ആയിരുന്നു ട്രഷറർ. കണക്ക് റെഡിയായിരുന്നു. എന്നിട്ട് ബാക്കി വന്ന പൈസക്ക് അവിടെ ആ പുഴ ആദ്യമായിട്ട് ഗുജറാത്തിൻ്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ഉയർത്ത ആ മണ്ണ് വില കൊടുത്ത് വാങ്ങാനുള്ള ഖാദി തുണി വിറ്റിട്ട് പട്ടേൽ എന്നുണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലം വാങ്ങി അവിടെ ഒരു ആശുപത്രി കിട്ടുന്നതും. ഇന്ന് ആശുപത്രിയുടെ പേര് പോലും, ആശുപത്രി അവിടെ തന്നെ നിൽപ്പുണ്ട്, അതിനൊരു പ്രേതാലയം പോലെ ആക്കിയിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു വലിയ ആശുപത്രി സംഘപരിവാർ കെട്ടിപ്പൊക്കി. ഞാൻ പറയുന്നത്, ഒരു വശത്ത് ഇവർ പട്ടേലിൻ്റെ ഹൈജാക്ക് ചെയ്യുകയും കോൺഗ്രസ് പട്ടേലിനെ തമസ്കരിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ഇവർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് ആലോചിച്ച് നോക്കണം. പട്ടേലിൻ്റെ സ്മരണകളോട് അവർ നീതി പുലർത്തിയിട്ടില്ല, അത് വേറെ വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഇത്രയും ഏറ്റവും മിടുക്കനായ ഫണ്ട് റൈസറായിരുന്നു പട്ടേൽ. സ്വാഭാവികമായിട്ടും സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പൈസ കിട്ടുന്നു, പരിപാടികൾ നടത്താൻ പൈസ തരുന്ന ഒരാളോട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ പട്ടേലായിരുന്നു ഈ യുദ്ധത്തിൻ്റെയും എല്ലാവരും ജയിലിൽ പോയ ആ സമയത്ത് 1940 തൊട്ട് അതിന് മുമ്പും PCCകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള പൈസ എപ്പോഴും കൊടുത്തിരുന്നത് പട്ടേലായിരുന്നു. പട്ടേൽക്ക് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ബിർളയിൽ നിന്നൊന്നും പൈസ പിരിക്കാൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല. നെഹ്റുവിനാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും PCCകൾ ഇനിയുള്ള കാലത്ത് കുറേ കൂടി, കാരണം ഈ ഒരു പശ്ചാത്തലം കൂടി അതിന് വരുന്നുണ്ട്. ഈ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ അത് ശരിക്കും സംഘടനാപരമായിട്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിനെ ഏറ്റവും ശോഷിപ്പിച്ച കാലഘട്ടമായിരുന്നു. നേതാക്കന്മാരെല്ലാവരും ജയിലിൽ പോയി. മറ്റേ ഗറില്ല യുദ്ധം ഇതൊക്കെ നടന്നു. ആ സമയത്ത് തന്നെ പിന്നെ അതിശക്തമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ബ്രിട്ടീഷ് സർക്കാരിനോടൊപ്പം നിന്ന് മുസ്ലിം ലീഗ് ആ സമയത്ത് അവരുടെ സംഘടനയെ വളർത്താൻ ഉപയോഗിച്ചു. അവർക്ക് സർക്കാരിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പട്ടേൽ സഹായിച്ചു. അതായിരുന്നു പ്രധാന ഘടകം. അതിനുള്ള വ്യക്തമായ തെളിവുള്ളത് ദ്വാരകാ പ്രസാദ് മിശ്ര എന്ന് പറയുന്ന ഇവിടുത്തെ മധ്യപ്രദേശിലത്തെ PCC സെക്രട്ടറി ആയിരുന്ന ദ്വാരകാ പ്രസാദ് മിശ്ര. അദ്ദേഹമായിരുന്നു പട്ടേലിൻ്റെ ഒരു വലം കൈ. പട്ടേലിൻ്റെ ജനറൽ എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. അന്ന് പട്ടേലിനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് വോട്ട് ക്യാൻവാസ് ചെയ്ത ആൾ DP മിശ്ര ആയിരുന്നു. DP മിശ്രയുടെ ഹിന്ദിയിലുള്ള ജീവചരിത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാമായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കല്ല എന്ന്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് അധ്യക്ഷനെയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല. അതുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷനാവാൻ ആ സമയത്ത് ഏറ്റവും യോഗ്യൻ പട്ടേലാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പട്ടേലിൻ്റെ പേര് പ്രപ്പോസ് ചെയ്തു. നേരെ മറിച്ച് ഗാന്ധി നേരത്തെ, അതായത് 1942 വർദ്ധയിൽ വെച്ച് തന്നെ ഗാന്ധി പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം എൻ്റെ ഭാഷയിൽ ജവാഹർ സംസാരിക്കുമെന്ന്. അന്ന് തന്നെ ഗാന്ധിജിയുടെ പിൻഗാമിയായിട്ട് ഗാന്ധി തിരഞ്ഞെടുത്തിരുന്നത് നെഹ്റുവിനെയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്നൊക്കെ പറയുന്നത് പോലെ അറിയാവുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യമാണ് എല്ലാ PCCകളും പട്ടേലിൻ്റെ പേര് പറയാനുള്ള സാങ്കേതികമായ കാരണം. പക്ഷെ പട്ടേൽ പിന്മാറി നെഹ്റു തന്നെ കോൺഗ്രസ് അധ്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോപണത്തിൽ ഇങ്ങനെ പറയേണ്ടി വരും. പക്ഷേ അതിനുള്ള പശ്ചാത്തലം ഇതാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എന്തുകൊണ്ട് പട്ടേലിന് പകരം ഗാന്ധി നെഹ്റുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടു. അതിന് 3 കാരണങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പട്ടേലിനെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു, പട്ടേലിന് ഒരു ഹിന്ദു മനസ്സാണെന്ന് പട്ടേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യം ഭരിക്കേണ്ട ഈ ഒരു നിർണായക സമയത്ത്, ചരിത്രത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത്, ഇന്ത്യക്ക് ഈ ബ്രിട്ടീഷുകാരിൽ നിന്നും ഭരണമാറ്റം കിട്ടി അധികാര കൈമാറ്റം നടത്തുന്ന കാലഘട്ടത്തിൽ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഇന്ത്യ ഭരിക്കേണ്ടത് ഹിന്ദു മനസ്സുള്ള ഒരാളായിരിക്കരുത് എന്നും ഇന്ത്യൻ മനസ്സുള്ള ഒരാളായിരിക്കണമെന്നും മഹാത്മാഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം പട്ടേലിൻ്റെ വയസ്സാണ്. പട്ടേലിന് അന്ന് തന്നെ 71 വയസ്സുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ വയറിൻ്റെ ആരോഗ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചികിത്സയൊക്കെ പട്ടേൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പട്ടേലിന് അധികകാലം ജീവിതം ഉണ്ടാവില്ല എന്ന് ഏകദേശം ഗാന്ധിക്കൊക്കെ അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തിന് കുറേ കൂടി കാലം ഭരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും നല്ലതെന്ന് ഗാന്ധിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം, ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും യുവജനങ്ങൾക്കിടയിലും കർഷകർക്കിടയിലും തൊഴിലാളികൾക്കിടയിലൊക്കെ ഒരുപോലെ സമ്മതനായിരുന്നു നെഹ്റു. അത്രയേറെ ഒരു സാർവത്രികമായ ഒരു അംഗീകാരം പട്ടേലിനുണ്ടായിരുന്നില്ല. പട്ടേൽ അപ്പോഴും ഈ സംഘടനാ കാര്യങ്ങളിലും പണപ്പിരിവിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു കരിസ്മാറ്റിക് നേതാവായിരുന്നില്ല. അത് പട്ടേൽ തന്നെ ഒരിക്കൽ പട്ടേൽ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായിട്ട് ലയിപ്പിച്ച സമയത്ത്. അപ്പോൾ ബോംബെയിൽ വരുന്ന ഒരു വലിയൊരു റാലിയിൽ ഒരു വിൻസെൻ്റ് ഷിയാൻ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടേൽ നെഹ്റു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരുപാട് മനുഷ്യർ, ഏകദേശം 20 ലക്ഷം പേരെന്നാണ് ഷിയാൻ എഴുതിയത്. അതിന് ആ 20 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ ആ സമയത്ത് ഇത്രയും ആൾക്കാർ ആർത്തിരമ്പയായിരുന്നു. അപ്പോൾ ഷിയാൻ പട്ടേലിനെ നോക്കിയപ്പോൾ പട്ടേൽ പറഞ്ഞു, അവരെനിക്ക് വേണ്ടി വന്നവരല്ല, അവർ ജവഹർലാലിനെ കാണാൻ വന്നവരാണ്. സോ പട്ടേലിനെ അറിയാമായിരുന്നു അത്. പിന്നെ അത് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തെക്കാളും ഒരുപാട് ജനങ്ങൾക്കിടയിൽ സമ്മതൻ നിന്ന്. മാത്രമല്ല 1937 തിരഞ്ഞെടുപ്പ് ഏകദേശം ആ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് അത് ഒറ്റയ്ക്ക് നേടിയതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മൊത്തം
അറിയാവുന്ന, മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിലും നെഹ്റു എന്ന് പരിചിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അപ്പോഴേക്കും ബെസ്റ്റ് സെല്ലറായി മാറിക്കഴിഞ്ഞിരുന്നു ഇന്ത്യ കണ്ടത്തിലൊക്കെ. അപ്പോൾ ആ ഒരു പിന്നെ ഈ ഹാരോവിലും കാംബ്രിഡ്ജിലും ഒക്കെ പഠിച്ച നെഹ്റു ആയിരിക്കും ബ്രിട്ടീഷുകാരുമായിട്ട് അധികാര കൈമാറ്റത്തിൻ്റെ സമയത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ കുറെ കൂടി നല്ലത് എന്നും ഗാന്ധിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഗാന്ധിജിയെ ആ തീരുമാനമെടുക്കാൻ നയിച്ച ഘടകങ്ങൾ. അതാണ് ഇന്ന് ഈ രൂപത്തിൽ നമുക്ക് മുന്നിലെത്തുന്നത്. മാത്രമല്ല ഈ ഇപ്പോൾ RSSൻ്റെയും വലിയ തീവ്രബല ഈ രാഷ്ട്രീയത്തിന് പരുത്തി തീർക്കേണ്ടത് നമ്മുടെ ശാസ്ത്രീയ ബോധത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പം ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടേതായിരുന്നു. പുഷ്പക വിമാനമാണ് ലോകത്തെ ആദ്യത്തെ വിമാനം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രശ്നം ആർട്ടിക്കിൾ 51A ആണ്. സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളാണ്. ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരങ്ങളുടെയും ഒരു കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ശാസ്ത്രീയ ബോധം വളർത്തേണ്ടത് ഓരോ പൗരൻ്റെയും ചുമതലയാണ് എന്ന് എഴുതി വെക്കാൻ. കാരണം ധൈര്യം അവിടെ കണ്ടത് ഒരു അത്രമാത്രം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായി, ഇന്നും തീർന്നിട്ടില്ല. അപ്പോൾ അന്നെന്തായിരുന്നു എന്ന് ആലോചിച്ചു. ആ സമയത്താണ് ശാസ്ത്രീയ ബോധം വളർത്തുക എന്നുള്ളതൊരു പൗരൻ്റെ മൗലികമായിട്ടുള്ള കടമയായി ഒരു ഭരണഘടനയിൽ എഴുതി വെക്കുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മളിപ്പോൾ ചരിത്രത്തിലേക്ക് മാത്രമല്ലാണ്ട് എങ്ങനെയാണ് ഇപ്പോഴും അത് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നശിപ്പിക്കാൻ വേണ്ടിയല്ല, ശ്രമിക്കുകയല്ല, നശിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കരുതുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. കാരണം ഇന്ത്യ ഒരു ലിബറലൈസേഷൻ, ഒരു ഉദാരവൽക്കരണ സമയം 91 ട്രാൻസിഷന് ശേഷം നമ്മൾ വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കും. അങ്ങനെ സമ്പത്തുണ്ടാക്കുമ്പോൾ ആ ലിബറലൈസേഷൻ പോളിസി നെഹ്റുവിയൻ നയത്തിൽ നിന്നൊരു വ്യതിയാനമായിട്ട് കണക്കാക്കാമെങ്കിൽ പോലും അതിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് കോമ്പൻസേറ്റ് ചെയ്തത് ആ സ്വത്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് നീതിപൂർവമായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 2004 നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. ഒരു റൈറ്റ് ബേസ്ഡ് പാരഡൈമായിട്ട് മാറുന്ന ഒരു കാര്യം. കാരണം പണ്ട് പോലെ ഈ ആൾക്കാർക്ക് ഭിക്ഷ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നതിന് പകരം അവൻ്റെ അവകാശമാക്കി മാറ്റും. തൊഴിൽ എൻ്റെ അവകാശമാണ് എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. അത് പിന്നെ ആരോഗ്യത്തിലേക്ക് ഇൻഫർമേഷനിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും എല്ലാം കൊണ്ട് നമുക്ക് ആരോഗ്യം കൊണ്ടുവരാൻ സാധിച്ചില്ല. ഭക്ഷ്യ സുരക്ഷ വരെ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു. പക്ഷെ ആ റൈറ്റ് ബേസ്ഡ് പാരഡൈം ഇന്ന് തകർക്കപ്പെടുകയാണ് ഇന്നത്തെ പുതിയ ഈ റാംജി ബില്ലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഇന്ത്യയുടെ ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടതും 2004 മുതൽ മുന്നോട്ട് വലിയ രീതിയിൽ കുതിച്ച് ചാടിയതും ഒരു കുത്തകവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയമല്ല, മറിച്ച് ഒരു സോഷ്യലിസത്തിൻ്റെ സാമ്പത്തിക നയമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പലരും നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടുള്ള കാര്യം. നമ്മളിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായിട്ടിരിക്കുമ്പോൾ പോലും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിൽ ഉറക്കൽ പദ്ധതി അങ്ങനെ എന്തോ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത് കൊടുക്കുന്നതെല്ലാം വെറുതെ കൊടുക്കുന്ന പൈസയാണ് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക നയമെന്ന് വെച്ചാൽ നടത്തുന്ന സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ തന്നെ നമ്മുടെ വിപണിയിൽ ചിലവാക്കപ്പെടുകയും അതിൽ നിന്ന് GST ആയി സർക്കാരിന് തന്നെ വരുമാനം തിരിച്ചു കിട്ടുകയും ചെയ്തു. അത് പലതവണ ഇത് വരുമ്പോഴത്തോടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പണം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, വടകരയിലുള്ള ഒരു 100 പേരുടെ കുട്ടികൾക്ക് പഠനത്തിന് ഉള്ള പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും വടകരയിൽ തന്നെ പുസ്തകം മേടിക്കാനും വസ്ത്രം മേടിക്കാനുമാണ് ചിലവാക്കുന്നത്. അങ്ങനെ വടകരയിൽ പുസ്തകത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ചിലവ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഒരാൾ വേഗം തന്നെ ഒരു പ്രിൻറ്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടത്. അത് ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ് ഒരു ഫിനാൻഷ്യൽ പോളിസി. ഇന്ന് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തകർക്കാനാണ്. അത് തകർത്ത് ഇന്ന് റൈറ്റ് ബേസ്ഡ് പാരഡൈം എന്നുള്ള മാറ്റി പകരം ഡിമാൻഡ് ഡ്രിവൺ ആക്കി അല്ലെങ്കിൽ സപ്ലൈ ഡ്രിവൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ നെഹ്റുവിയൻ സോഷ്യലിസത്ത് നയത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യത്തെ ഒരു കോവിഡ് സമയത്ത് പോലും ജനങ്ങളിലേക്ക് പണം എത്തിക്കാൻ മറ്റൊരു കാരിയർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പണം എത്തിക്കാൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പണം എത്തിച്ചുകൊണ്ട് വിപണിയിലേക്ക് പണം എത്തിക്കുമ്പോൾ നമ്മൾ പണം കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അത് എത്രമാത്രം ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്.
ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ രാജു പറഞ്ഞതിനോട് യോജിക്കുന്നു. അതിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ കൂട്ടിച്ചേർക്കാം. ഒന്നാമത്തെ കാര്യം, നേരത്തെ തന്നെ ഈ സംഘപരിവാർ ഈ പറയുന്ന ഈ നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങളോട് എപ്പോഴും എതിർപ്പ് പുലർത്തിയിരുന്നവരാണ്. അവരിപ്പോഴും പറയാറുണ്ട് മുതലാളിത്ത നയങ്ങളാണ് 1947 പിന്തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മറ്റൊരു ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെയൊക്കെ ആയേനെന്ന്. പക്ഷേ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും വന്നിട്ട് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ എപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ ജനാധിപത്യത്തിൻ്റെ ആ ലക്ഷ്മണരേഖക്കുള്ളിൽ വെച്ചിട്ടായിരുന്നു ഇത്രയും ഇന്ത്യ നേടിയത് എന്ന് നമ്മൾ കാണണം. എങ്കിൽ കൂടിയും പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് രാംജി പ്രോഗ്രാമിലേക്ക് മാറുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തത്, ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു സാമ്പത്തിക ഗൂഢാലോചനയുണ്ട്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അതിനുള്ള ഗവേഷണം നടത്തുന്ന ഒരാളാണ്, എൻ്റെ തൊഴിലതാണ്. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് ഈ പറയുന്ന തൊഴിലാളി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം, ഇവർ ഏറ്റവും കൂടുതൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രത്യേകിച്ചും രാജസ്ഥാൻ പോലെയുള്ള, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നേരിടുന്ന പ്രശ്നം, UP പോലുള്ള സംസ്ഥാനങ്ങളിൽ നേരിടുന്ന പ്രശ്നം കേരളത്തിൽ അതുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ തൊഴിലിന്, ഇപ്പം സാധാരണ ഒരു ഫാക്ടറികളിൽ അല്ലെങ്കിൽ വീട്ടുജോലിക്ക് മറ്റ് ഈ അഗ്രികൾച്ചർ ലേബറേഴ്സിനെ കർഷക സീസണിൽ, അതായത് അവരുടെ ഈ ഹാർവെസ്റ്റിംഗ് സീസണിൽ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം പറയുന്നത്, അത് തൊഴിലാളികളെ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? തൊഴിലാളികൾ ഇല്ലാത്തത് കൊണ്ടല്ല, തൊഴിൽ രഹിതരുണ്ട്. പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ കുറഞ്ഞ കൂലി മാത്രം കൊടുക്കാൻ തയ്യാറാവുന്നവരാണ് അവർ. ഇപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു വാഗ്ദാനം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പം, നമ്മൾക്കത് ഈസിയായിട്ട് കിട്ടുമ്പം നമ്മൾ എന്തിനാണ് അതിനേക്കാളും കുറഞ്ഞ കൂലിയിൽ ഫാക്ടറികളിലൊക്കെ പോകുന്നത്? നിലക്കടലേക്ക് വേണ്ടി മാത്രം കൃഷിയിടങ്ങളിൽ ആണ്. അപ്പോൾ ഇത് ഭയങ്കര തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഫാക്ടറി ഉടമകൾ, ചെറുകിട ഫാക്ടറി ഉടമകൾ, വൻകിട ഫാക്ടറി ഉടമകൾ, ഈ വലിയ വൻകിട കർഷക ലോബികൾ, അത് കുറേ കാലമായിട്ട്, കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ ഈ ഒരു സ്മിയർ ക്യാമ്പയിൻ അതിനെതിരെയുണ്ട്. ഇതുവരെ വെറുതെ ഇരിക്കുകയാണ്, ഇവർ വെറുതെ പൈസ കൊടുക്കുന്നതാണ്, ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല, ഞങ്ങളുടെ കൃഷി നശിച്ചു പോകുന്നതോ. ദേ ഹാവ് അതർ ഓപ്ഷൻസ്. നിങ്ങൾ പൈസ കൂട്ട്, നിങ്ങൾ മിനിമം കൂലി കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന പൈസയെങ്കിലും തൊഴിലാളികൾക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ നിങ്ങളുടെ പാടത്ത് വന്ന് പണിയെടുക്കും. അത് കൊടുക്കാൻ തയ്യാറാവാത്തവരാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഇത്രയും കാലമായിട്ടുള്ള ഈ പ്രഷർ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ അവകാശമല്ലാതാവുന്നത്. ഇതിപ്പോൾ എന്താണ് അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്? ഹാർവെസ്റ്റിംഗ് സീസണിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇതൊരു ഉണ്ടാകുന്നതാണ്. അതായത് ആ സമയത്ത് കർഷക ഭൂവുടമകൾക്ക് പണിയെടുക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ആ സമയത്ത് നടക്കില്ല. എന്തായിരുന്നു ശരിക്കും ഒരു ജനപ്രിയ, ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കൂലി കൂട്ടൂ എന്ന് അവരോട് പറയേണ്ടതാണ്. അതിന് പകരം എന്തൊരു ക്രൂരതയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പകരം തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ അവകാശം കൊടുക്കുന്ന, ഭരണഘടനാപരമായ അവകാശം കൊടുക്കുന്ന ഒരു പദ്ധതിയെ നിർദാക്ഷിണ്യം കൊന്നുകൊണ്ടാണ് അവർ ഈ പറയുന്ന വൻകിട ഭൂവുടമകളുടെ, കാർഷിക ഭൂമി ഉടമകളുടെ, ഫാക്ടറി ഉടമകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? വേറെ മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത ഇവരുണ്ടല്ലോ, ഈ പാവപ്പെട്ട തൊഴിലാളികൾ സ്വാഭാവികമായിട്ട് ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ജനവിരുദ്ധമായ ചിന്താഗതിയാണ് ഇവരെ നയിക്കുന്നത് എന്നത്. രണ്ടാമത്തെ കാര്യം, മഹാത്മാഗാന്ധി, ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ് ഇന്ത്യയിൽ. ഒരുമാതിരിപ്പെട്ട എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും അവർക്ക് ഒരു വരുമാനം കൊടുക്കുന്ന ഒന്നാണ്. അവരുടെ കയ്യിലാണ് പൈസ വരുന്നത്, അവരുടെ ഇഷ്ടത്തിന് ചിലവാക്കാൻ പറ്റുന്ന പൈസ അവരുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഹാത്മാഗാന്ധി എന്നുള്ളൊരു പദ്ധതി, ഗാന്ധിയുടെ പേര് അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് മാറുകയാണ്. ഗാന്ധിയുടെ പേര് മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ന്യായം പറയാനുള്ളത്? ഇപ്പോൾ ശരിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിലവിലുള്ള നിയമം അമെൻഡ് ചെയ്താൽ പോരെ? നിലവിലുള്ള ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അമെൻഡ് ചെയ്തിട്ട് ഭേദഗതി നടത്തിയിട്ട് അതിൽ അവർക്ക് വേണ്ട ക്ലോസ് കൂട്ടിച്ചേർത്താൽ പോരെ? അതിന് പകരം എന്തിനാണ് അവർ ഗാന്ധിയുടെ പേര് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ, രാഹുൽ ഗാന്ധി പോലും സ്ഥലത്തില്ല എന്നറിഞ്ഞിട്ട് ആ 2 ദിവസം മുമ്പ് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പോലും അറിയിക്കാതെ അവർ പെട്ടെന്ന്, അതായത് ഇന്ന് ബില്ല് അവർ MP മാരുടെ പോർട്ടറിലിട്ടു, നാളെ അവതരിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ കള്ളക്കളി അവർ കളിച്ചത്?
അപ്പോൾ ഗാന്ധി എന്ന പേരിനെ അവർക്ക് പേടിയാണ്. അതൊരു ഹൗസ് ഹോൾഡ് നെയിം ആവുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇതാണ് നെഹ്റുവിനെതിരെ സ്മിയർ ക്യാമ്പയിൻ നടത്തുക, ഗാന്ധിയെ സിസ്റ്റമിക്കായിട്ട് അവരില്ലാതാക്കുക. ഗാന്ധിയെ ശരീരത്തെ നേരത്തെ ഇല്ലാതാക്കി ഇപ്പോൾ ഗാന്ധിയുടെ ഓർമ്മകളെ ഇന്ത്യൻ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. എന്തുമാത്രം ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിന് മുകളിലേക്കാണ് ഇവർ ഈ പുതിയ ഇന്ത്യയെ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഉന്തിത്തരുന്നത്. നമ്മളാണെങ്കിൽ വളരെ നിശബ്ദരായിട്ട് ഒരു ഇലയിലക്കം കേട്ടോ ഇവിടെ നിന്നെങ്കിലും. സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് 2 ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു ഇത്. കാരണം ഈ പദ്ധതിയുടെ ഒരു ഗാന്ധിയൻ ചരിത്രമുണ്ട് ഈ പദ്ധതിക്ക്. 1949 വിത്തൽ സഖാറാം പാഗെ എന്ന് പറയുന്ന ഗാന്ധിയനായ മഹാരാഷ്ട്രക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വിയർപ്പും കണ്ണീരും ഒക്കെയാണ് ഈ നിയമം. അത് അദ്ദേഹം അന്ന് തൊട്ടിട്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ദിവസം തൊട്ടിട്ട് ഈ ഡ്രോട്ട് പ്രോൺ പ്രോഗ്രാം, അതായത് വരൾച്ചാ സമയത്തുള്ള ഒരു വരുമാനം എന്ന നിലയിൽ കൊണ്ടുവന്ന് 1970കളിൽ ഇന്ദിരാഗാന്ധിയെ പോയി കണ്ട് വസന്തദാദാ പട്ടേലിൽ കൂടിയൊക്കെ നടപ്പിലാക്കി കൊണ്ടുവന്ന അതിവിശാലമായ ഒരു ഗാന്ധിയൻ ചരിത്രമുള്ളൊരു പദ്ധതിയാണിത്. അത് 2004 ഒറ്റയടിക്ക് ഇങ്ങനെ വന്നതോ മാത്രമല്ല അത്. പിന്നെ സ്വാഭാവികമായിട്ടും ആ UPA സർക്കാരിൽ ഇടതുപക്ഷമൊക്കെ കൂടിയ ഇതിനകത്ത് അത് പാസ്സായി വന്നു. പക്ഷേ ആ ഒരു വലിയ ചരിത്രത്തെ ഇല്ലാതാക്കിയിട്ട് പുതിയ ഒരു രാംജി ആയിട്ട് മാറുകയാണ്. അതിനെതിരെ പോലും പ്രതിഷേധം ഉണ്ടായില്ല. അതിന് വലിയൊരു സാമൂഹിക പ്രത്യാഘാതം കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഈ രാജ്യത്തെ കുടുംബങ്ങൾക്കകത്ത് സ്ത്രീകൾക്ക് ആത്മാഭിമാനബോധം ഉണ്ടാക്കി കൊടുത്തു. വലിയ രീതിയിൽ സ്ത്രീകൾക്ക് അവരുടെ കയ്യിലേക്ക് പണം വരികയും അവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വലിയ രീതിയിൽ അവരുടെ അഭിമാനബോധം വർദ്ധിപ്പിക്കുകയും അവർക്കൊരു സമത്വത്തിലേക്ക് എത്തിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ വളരെ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. ഇത് നഷ്ടപ്പെടുന്നതോടെ ഈ കുടുംബത്തിലെ സ്ത്രീകൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗാന്ധിയും നെഹ്റുവും ഏറ്റവും നന്നായിട്ട് സമ്മേളിക്കുന്ന ഒരു ഗവൺമെൻറ് പ്രോജക്റ്റാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഞാൻ പറയും. ഏറ്റവും വലിയൊരു സമന്വയം ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഉണ്ടായത്. അതുകൊണ്ടാണ് നെഹ്റുവിനെ ഇവർക്ക് പരാജയപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു തീവ്ര വലത് രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിർമ്മാണത്തിൽ അവർക്കിന്നും ഏറ്റവും വലിയ ശത്രു ആയിട്ട് നിൽക്കുന്നത് നെഹ്റുവാണ്. രാഹുൽ ഗാന്ധി 10,000 കിലോമീറ്റർ നടന്നുകൊണ്ട് സമരം നടത്തുമ്പോൾ ശരിക്കും അവർ രാഹുൽ ഗാന്ധി അല്ല കാണുന്നത്. ആ രാഹുൽ ഗാന്ധി നടന്നു വരുമ്പോൾ അതിലൂടെ നടന്നു വരുന്ന നെഹ്റുവിനെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ന്യായ് യാത്രയായി മാറ്റി. രണ്ടാമത്തെ യാത്ര ന്യായ് യാത്രയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയാക്കി മാറ്റിയപ്പോൾ ന്യായ് യാത്രയിൽ ഉന്നയിച്ചത് എന്താ? ഭരണഘടന അനുസൃതമായ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടപ്പിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഇക്വാലിറ്റി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം. ഇക്വാലിറ്റിക്കപ്പുറം ഇക്വിറ്റബിലിറ്റി ആയിരുന്നു. നീതിപൂർവമായ വിതരണം നടക്കണമെന്നാണ്. ആ നീതിപൂർവമായ വിതരണം രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ഉണ്ടാവണമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, അതിനുവേണ്ടി ഒരു യാത്ര നടത്തുമ്പോൾ സത്യത്തിൽ അവർ അതിനകത്ത് കണ്ടത് നെഹ്റുവിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റു വീണ്ടും ആക്രമിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കൺക്ലൂഡ് ചെയ്തൂടെ? 4 മണി എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ. ഹലോ സാർ, എൻ്റെ പേര് നിസാർ എന്നാണ്. തൊഴിലുറപ്പ് പദ്ധതിൻ്റെ നിഷ്കാസനത്തെ പറ്റി പറഞ്ഞല്ലോ, നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അതിനെ റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതികൾ, അതേപ്പറ്റി എന്താ രാജു സാർ എന്ന് പറഞ്ഞത്? അല്ല, അത് ചിന്തിക്കേണ്ട ഒന്നാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. GST നടപ്പിലാക്കുക എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും GST നടപ്പാക്കപ്പെട്ടതോടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും, അത് കേരളം മാത്രമല്ല, ഇപ്പോൾ കർണാടക നോക്കിയാലും അതുപോലെ തന്നെ തെലങ്കാന നോക്കിയാലും എല്ലായിടത്തും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനകത്ത് GST ആയിട്ട് തിരിച്ചു വരണം. ഈ GSTയുടെ മേജർ ഷെയർ ഇപ്പോൾ പോകുന്നത് കേന്ദ്രത്തിനാണെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വരുമാനം ഇന്ന് ഗണ്യമായി കുറഞ്ഞു. കാരണം 12% GST ആണെങ്കിൽ അതിൻ്റെ 6% കേന്ദ്രത്തിനും 6% സംസ്ഥാനത്തിനുമാണ് പോകുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടാക്കപ്പെടുന്ന അസ്ഥിരത
ഇത്തരത്തിലുള്ള ഇത് നടപ്പാക്കുന്നതിൽ വലിയൊരു പ്രശ്നമാണെന്നുള്ളത് തന്നെ. പക്ഷേ അതിനെ മറികടക്കാൻ കഴിയുന്ന വിഭവ സമാഹരണം നടത്തിക്കൊണ്ട് ആ പദ്ധതി നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് പറയാനുള്ളത്, നേരത്തെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന ന്യായ് പദ്ധതി ഉണ്ടല്ലോ, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ, അതിപ്പോഴും ഇനിയും കോൺഗ്രസിൻ്റെ അവർക്ക് മാനിഫെസ്റ്റോയിൽ ഇനിയും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നം, ഈ ഒരു നമ്മൾ വരുമാനം എവിടെ നിന്ന് കണ്ടെത്തുന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ ഫെഡറലിസം തന്നെ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫെഡറൽ ഇത് ടാക്സ് സ്ട്രക്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എൻ്റെ മനസ്സിൽ ബദലായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് വരുമാനമുള്ള മൾട്ടി മില്യനേഴ്സിനെ അവരിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കിയിട്ട് അത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാകുമ്പം നേരത്തെ രാജു പറഞ്ഞ ഈ ആ റൂറൽ ഇക്കണോമിയിൽ തന്നെ അത് കിടന്ന് പിന്നെ സർക്കുലേറ്റ് ചെയ്യുകയും അത് ആ പ്രദേശത്തിൻ്റെ മൊത്തം ഉന്നമനത്തിന് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ഗാന്ധി പറഞ്ഞ അന്ത്യോദയമൊക്കെ ഈ ഒരു വളരെ വേഗമായിട്ടുള്ള അർത്ഥത്തിലെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ കോർപ്പറേറ്റ് ടാക്സേഷൻ, പ്രത്യേകിച്ച് അതിൽ തന്നെയുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൾട്ടി ബില്യനേഴ്സിൻ്റെ, കാരണം ഈ ആഗോളവൽക്കരണമൊക്കെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏതാനും ചില ഗ്രൂപ്പുകൾക്ക് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് കൂടുതൽ ടാക്സ് മേടിച്ചിട്ട് അത് ഇങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ, സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നെഹ്റു നേരത്തെ രാജു സൂചിപ്പിച്ച ആ നീതിപൂർവമായ ഒരു സമ്പത്തിൻ്റെ വിതരണം നമുക്ക് പറ്റും. അത് മാതൃകയാവും, കേരളം ഒരു മാതൃകയാവും. കേരളം ന്യായ് പദ്ധതിയെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ ഒരു സ്റ്റേജിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ്, അവിടെയാണ് പ്രശ്നം. ഒരു സമ്പത്തിൻ്റെ ഒരു പ്രശ്നം നമ്മളുണ്ടാക്കുന്ന ഒരു റവന്യൂവിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. പക്ഷെ അതൊരു മോഡലാണ്, ഒരു സംശയം വേണ്ട, നല്ലൊരു മോഡലാണ്. അതിന് കഴിയുന്ന രീതിയിലുള്ള വിഭവസമാഹരണം നടത്താൻ കഴിയണം, അതാണ്. നെഹ്റുവിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയ ആ സമയത്ത് നമ്മൾ സ്വീകരിച്ചിരുന്നൊരു നയം ഉണ്ടായിരുന്നു, 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ. അതിൽ ആദ്യത്തെ 5 വർഷം നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൃഷിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കൃഷി സംബന്ധമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ആദ്യ വർഷം ഉണ്ടാവേണ്ട അണക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോയ സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും കർഷകന് ലഭിക്കേണ്ടിയിരുന്ന ബേസിക് അമ്യൂണിറ്റീസ്, അതായത് ജലസേചന സൗകര്യങ്ങൾ, പിന്നെ വിത്ത്, വിള, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭിക്കാതെ പോവുകയും പിന്നെ ആ പഞ്ചവത്സര പദ്ധതി വിജയമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് മൺസൂണിൻ്റെ ലഭ്യത കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എത്രയോ ആ സമയത്തുണ്ടായ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചത് ആ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം 20 വർഷം 30 വർഷം എടുത്തിട്ടാണ് എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിന് ഊന്നൽ കൊടുക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത്, വ്യവസായത്തിന് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയ സമയത്ത് സ്വാഭാവികമായിട്ടും കൃഷി നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ കാർഷികപരമായിട്ട് അവൻ്റെ ബേസിക് കമ്മ്യൂണിറ്റീസ് ലഭിക്കാതെ നശിക്കപ്പെട്ട കർഷകർ സ്വാഭാവികമായിട്ടും ടൗൺ വശങ്ങളിലേക്ക് പോയിട്ട് ടൗണുകളിലേക്ക് കുടിയേറി പാർക്കുന്ന സമയത്ത് ഉണ്ടായതായിരിക്കാം ഒരുപക്ഷെ സ്ലമ്മും, അതായത് ഈ ചേരികളും അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് ഞാൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പിന്നെ അതിനെ ഏത് രീതിയിലായിരിക്കും നമുക്ക്, അതാണ് സമ്പന്നനും അല്ലെങ്കിൽ ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും നിങ്ങൾ മറുപടി പറയുന്നുണ്ടാവുക? നോക്കൂ, രാജ്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രകടനം നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ ഫ്രം സ്ക്രാച്ച് എന്ന് പറയും, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ നിന്ന് ഈ രാജ്യത്തിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രയോറിറ്റീസിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്ലാനിങ് നടത്തിയത്. നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ സമ്പദ് നയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മുൻഗണന വെച്ചുകൊണ്ട് നമ്മൾ ദീർഘകാല ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകും. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോ തരത്തിൽ നമ്മളിത് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഒരു 5-6 പ്ലാനിങ്ങിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് മറ്റൊരു ഘടകം നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് ദുർബല വിഭാഗങ്ങളെ നമ്മൾ ചെയ്യണം. SCP യും TSP യും, SCP എന്ന് പറയുന്നത് സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാനാണ്. സ്പെഷ്യൽ കോമ്പണൻറ്റ് നമ്മളിപ്പോൾ പലപ്പോഴും അത് പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നിലയ്ക്കാണ് SCP കൈകാര്യം ചെയ്തത്. പക്ഷേ സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻ, അതുപോലെ തന്നെ TSP ട്രൈബൽ സ്പെഷ്യൽ പ്ലാൻ നമ്മുടെ ബജറ്റിൻ്റെയും നമ്മുടെ സമ്പത്തിൻ്റെയും ഒരു ഘടകമായി മാറുന്നത് എങ്ങനെയാണ്?
നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വികസനം എത്താത്ത മേഖലകളിലേക്ക് നമ്മളുടെ വികസനം എത്തുന്നതിന് വേണ്ടി അവർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, നീതിപൂർവമായി അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ SCP, TSP ഉൾപ്പെടെയുള്ള സബ് പ്ലാനുകൾ നമ്മുടെ ബജറ്റിലും നമ്മുടെ ഇതിലും കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ 2014 വരെയുള്ള രാജ്യം പുരോഗമനത്തിലേക്ക് എത്തി. അല്ലാണ്ട് നമ്മൾ നേരത്തെ ഒന്നാം സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 11ലേക്ക് പോയതല്ല, മറിച്ച് നമ്മൾ ഏറ്റവും പിന്നിൽ നിന്ന് 11ലേക്ക് എത്തിയ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഇത് തന്നെ, നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഗ്രൗണ്ടായിരുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷനായിരുന്ന പ്ലാനിങ് അവരില്ലാതെയാക്കുക. ഇപ്പം നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടുകൊണ്ട് നീതി ആയോഗ് വന്നോടി എന്താ, നമ്മുടെ സബ് പ്ലാനുകളും ഉൾപ്പെടെയുള്ളത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മളുടെ വികസനം എത്താത്ത മേഖലയിൽ കിട്ടേണ്ട സ്പെഷ്യലായിട്ടുള്ള കൺസിഡറേഷൻ, മുൻഗണന, ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ സാന്ദർഭികവശാൽ പറന്നുപോയാണ്, കിഫ്ബി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ബജറ്റിനകത്ത് നിന്ന് 10% SCPക്കും അതുപോലെ തന്നെ ഇത്ര ശതമാനം TSPക്കും ലഭിക്കേണ്ട പണം കിഫ്ബിയിലൂടെ ബജറ്ററി പ്രൊവിഷൻസിന് പുറത്ത് ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അത് നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വലത് സർക്കാരാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആരോപണമുള്ള ഒരാളാണ് ഞാൻ. തീവ്ര വലത് സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നതെന്ന് ആരോപണം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ദളിത് വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കും ബജറ്റിൻ്റെ കിട്ടേണ്ട അർഹമായിട്ടുള്ള വിഹിതം അത് ഒരു ഔട്ട് ഓഫ് ദ ബജറ്റ് ഒരു കിഫ്ബി ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. കിഫ്ബിയിൽ ഇപ്പോൾ എന്താ, സ്കൂളുകൾ നിർമ്മിക്കുക, റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളതുമായി. അപ്പോൾ പട്ടികജാതി കോളനികളിലേക്ക്, ഇപ്പോൾ ഉന്നതികൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പട്ടികവർഗത്തിലേക്ക് പോകേണ്ട പൈസ എങ്ങനെ പോകാൻ പോകും? അതുകൊണ്ടാണ് നമുക്ക് മാനന്തവാടിയിൽ 3 റൂമുകളിൽ 120 കുട്ടികൾ താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്ലാനിങ്ങിൽ നിന്ന് മാറി പ്രോജക്റ്റിലേക്ക് മാത്രം മാറുന്നത് ഈ തീവ്ര വലത് രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. പ്ലാനിങ്ങിൽ നിന്ന് മാറിയിട്ട് പ്രോജക്റ്റുകൾ മാത്രം, അവരെ സംബന്ധിച്ചോളം ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സ് മാത്രമേ ഉള്ളൂ. ആ പ്രോജക്റ്റ് നടപ്പാക്കുക എന്നുള്ളതിനപ്പുറം അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്ലാനിങ് ഇല്ല. അതാണ് ഇന്ന് സത്യത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പല ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഡാമുകളാണെങ്കിൽ, അഗ്രികൾച്ചർ ആണെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ ധവള വിപ്ലവമാണെങ്കിലും, നമ്മുടെ ഹരിത വിപ്ലവമാണെങ്കിലും, ഇതെല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലുള്ള മുൻഗണനകളായിരുന്നു. ആ മുൻഗണനകൾ കൊണ്ട് അത് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു എന്നർത്ഥമില്ല. മുൻഗണനകൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത് മാത്രമാണ്. അതിനുശേഷം നമ്മുടെ ബജറ്റിലുമെല്ലാം ഇത്ര ശതമാനം അഗ്രികൾച്ചറിന് വേണ്ടി, ഇത്ര ശതമാനം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു. ആ ബാലൻസിങ് മുഴുവൻ കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ പ്ലാനിങ് എന്നുള്ളതെല്ലാം മാറി ഇന്ന് നമ്മുടെ ബജറ്റും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും മുഴുവൻ പദ്ധതികളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നെഹ്റുവിനെതിരെയുള്ള ദുരാരോപണങ്ങൾക്ക് ഉള്ള മറുപടിയായി വളരെ ശ്രദ്ധേയമായ രീതിയിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത സുധാ മേനോനും രാജു പി നായർക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്.